മൗലാന മുഹമ്മദ് അലി ജൗഹർ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഏറ്റവും വലിയ സമുന്നത വ്യക്തിത്വമാണ്. ചരിത്രത്തിൻ്റെതാകുന്ന താളുകളിൽ ഇന്ന് അടർത്തി മാറ്റിക്കൊണ്ടിരിക്കുന്നതാകുന്ന മനോഹര വ്യക്തിത്വം മൗലാന മുഹമ്മദ് അലി ജൗഹർ. പഠിക്കണം. അദ്ദേഹത്തിന് 5 വയസ്സുള്ള സമയത്താണ് അദ്ദേഹത്തിന്റെ പിതാവ് മുഹമ്മദ് അലി ഖാൻ മരണപ്പെട്ടു പോകുന്നത്. സഹോദരങ്ങൾ 3 പേരാണ്. ആ 3 പേർക്കും ഉമ്മയാകുന്ന ബീഗം ആബിദ വിജ്ഞാനം കൊടുത്തു, ഭൗതികവും നൽകി, ആത്മീയവും നൽകി. മൗലാന മുഹമ്മദ് അലി ജൗഹറിനെ പരിശുദ്ധമായ ഖുർആൻ മനഃപ്പാഠമാക്കി, ഹാഫിളാക്കി. മനസ്സിലാക്കണം, ഈ സമുദായം ഹാഫിളാക്കി. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുത്ത മഹനീയ വ്യക്തിത്വത്തെ ഹാഫിളാക്കി. അദ്ദേഹത്തിന് അലിഗഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വിദ്യാഭ്യാസം കൊടുത്തു. പഠിച്ചിറങ്ങിയതാകുന്ന അദ്ദേഹത്തെ ഓക്സ്ഫോർഡ് കലാലയത്തിലേക്ക്, ലണ്ടൻ നഗരത്തിലേക്ക് പ്രിയപ്പെട്ട ഉമ്മയാകുന്ന ബീഗം ആബിദ വിദ്യാഭ്യാസം നുകരാൻ വേണ്ടി പറഞ്ഞു വിടുമ്പോ യാത്രയുടെ 2 റക്അത്ത് നിസ്കരിച്ചിട്ട് പുറത്തിറങ്ങി ചെരിപ്പിട്ട് നിന്നതാകുന്ന മൗലാന മുഹമ്മദ് അലി ജൗഹറിന്റെ തോളത്തേക്ക് കൈവച്ചിട്ട് പ്രിയപ്പെട്ട ഉമ്മയാകുന്ന ബീഗം ആബിദ പറയുകയാണ്, 5 വയസ്സുള്ള സമയത്താണ് മോനെ നിനക്ക് നിന്റെ വാപ്പയെ നഷ്ടപ്പെടുന്നത്. അന്ന് മുതൽ നിനക്ക് വിദ്യാഭ്യാസം നൽകി, ഭൗതികവും ആത്മീയവും സമന്വയിപ്പിച്ചുകൊണ്ട് വിജ്ഞാനം നുകർന്നു നൽകിയത് ഈ പ്രിയപ്പെട്ട മാതാവാണ്. ഉമ്മയുടെ കടമ മറക്കരുത്. ആമ്പയിലുള്ള കൗവൽ ജമാഅത്തിലുള്ള പ്രിയപ്പെട്ട സഹോദരിമാർ മറക്കരുത്. ഭർത്താവ് ഗൾഫിലാണ്, അതുകൊണ്ട് എനിക്ക് ബാധ്യതയില്ല എന്ന് പറയരുത്. അൽ മർഅതു റായിയത്തുൻ ഫീ ബൈതി സൗജിഹാ. ഭർത്താവിന്റെ അവശ്യഘട്ടങ്ങളിൽ, ഭർത്താവില്ലാത്ത സമയത്ത് വീടിന്റേതാകുന്ന സർവ്വ അധികാരവും പെങ്ങളെ നിന്റെ കൈകളിലാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉത്തരവാദിത്തമുണ്ട് നിനക്ക്. ബീഗം ആബിദയെ പോലെയാകണം. തന്റെ മകനെ ഹാഫിളാക്കി, ആലിമാക്കി, വിദ്യാഭ്യാസം കൊടുത്തു. തലയിൽ തൊപ്പിയുണ്ട്, താടി രോമങ്ങളിൽ നിലകൊള്ളുന്നതാകുന്ന മൗലാന മുഹമ്മദ് അലി ജൗഹറിനോട് ബീഗം ആബിദ പറഞ്ഞത് 3 കാര്യങ്ങൾ നീ മുറുകെ പിടിക്കണം. 3 കാര്യങ്ങൾ മുറുകെ പിടിക്കണം. ഓക്സ്ഫോർഡിന്റെ മുറ്റത്ത് വെച്ച് നീ അത് മറക്കരുത്. ലണ്ടൻ നഗരത്തിന്റെ വീതിയിൽ വെച്ചുകൊണ്ട് ഞാൻ ഈ പറയുന്ന 3 കാര്യങ്ങളെ നീ വിസ്മരിച്ചു പോകരുത്. ഒന്നാമതായി പറഞ്ഞത്, നിന്റെ ജീവിതത്തിൽ തീർച്ചയായിട്ടും തഖ്വയിലധിഷ്ഠിതമായ ജീവിതം ഉണ്ടാവണം. തഖ്വയിലധിഷ്ഠിതമായ ജീവിതമായിരിക്കണം. ഖുർആൻ നിനക്ക് മനഃപ്പാഠമുണ്ട്. ആ ഖുർആനിനെ നീ ഒരിക്കലും മറക്കാൻ പാടില്ല. അതനുസരിച്ചിട്ടുള്ള പ്രവർത്തനമാകരുത്. എല്ലാ ദിവസവും ഖുർആൻ ഓതണം. ഉമ്മ കൊടുക്കുന്ന ഉപദേശമാണ് ഒരു മകന് ഭൗതികം പഠിക്കാൻ പോവാൻ. വീടിന്റെ വാതിൽക്കൽ നിർത്തിയിട്ട് പറഞ്ഞു കൊടുക്കാണ്, ഖുർആൻ മനഃപ്പാടാക്കിയ മാനാണ് നീ, വിട്ടുപോകരുത്. ഖുർആൻ പഠിച്ചതാകുന്ന ഒരു കുട്ടി നരകത്തിൽ നിന്ന് 10 പേരെ ശുപാർശയ്ക്ക് സാധ്യമാകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് നരകം നിർബന്ധമാക്കപ്പെടുന്ന 10 പേരെ സ്വർഗത്തിൽ കയറ്റാൻ അവസരം അല്ലാഹു നിനക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ മോനെ നീ ഖുർആൻ മനഃപ്പാഠമാക്കിയത് കളയരുത്. എപ്പോഴും ഖുർആൻ ഓതണം. 2 പ്രവാചകന്റെ തിരുസുന്നത്തുകൾ മുറുകെ പിടിക്കണം. വിധങ്ങളുടെ എല്ലാ സുന്നത്തുകളും നീ ജീവിതത്തിൽ എടുക്കുന്നവരാ. നിന്റെ തലയിലുള്ള തൊപ്പി നീ നഷ്ടപ്പെടുത്തരുത്. നിന്റെ ഈ താടി രോമം ഒരിക്കലും നീ വടിച്ചു കളയരുത്. പ്രവാചകന്റെ തിരുസുന്നത്താണെന്ന് മനസ്സിലാക്കിയിട്ട് നിന്റെ ജീവിതത്തിൽ അത് നിലനിർത്തണം. മൂന്നാമതായി പ്രവാചകന്റെ തിരുസുന്നത്തിൽ നിന്ന് നിനക്കും നിന്റെ പിതാവിനും എനിക്കും ഏറ്റവും ഇഷ്ടപ്പെട്ടതാകുന്ന ഒരു അമൽ, ഇന്ന് വരെ നമ്മൾ മുടക്കാത്ത ഒരു അമൽ, പാതിരാത്രി സമയത്ത് ലോകം മുഴുവനും ഉറങ്ങുമ്പോൾ നിർനിദ്രരായി 2 റക്അത്ത് തഹജ്ജുദ് നമസ്കാരം നമ്മൾ പതിവാക്കിയിരുന്നു. അത് നീ മുടക്കാൻ പാടില്ല. ഓക്സ്ഫോർഡ് കലാലയത്തിൽ പോയാലും നീ തഹജ്ജുദ് നിസ്കാരം മുടക്കരുത്. 3 ഉപദേശം. ഖുർആൻ ഓതണം, ഖുർആൻ മറക്കരുത്. പ്രവാചകന്റെ തിരുസുന്നത്തുകൾ മുഴുവനും നീ എടുത്തു ജീവിക്കണം. നിന്റെ തലയിലുള്ള തൊപ്പിയും നിന്റെ താടിരോമവും നീക്കം ചെയ്യരുത്. മൂന്നാമതായി നീ തഹജ്ജുദ് നിസ്കരിക്കുന്നവരാണ്. ഓക്സ്ഫോർഡ് കലാലയത്തിലേക്ക് വിദ്യ നുകർന്നു. അവിടെ നിന്ന് പഠിച്ചിറങ്ങുന്നത് വരെ അദ്ദേഹത്തിന്റെ കൂട്ടുകാരൻ ഖമറുദ്ദീൻ എന്നവർ രേഖപ്പെടുത്തുന്നു, ഞങ്ങൾ പലപ്പോഴും തണുത്ത് വിറച്ചതാകുന്ന ലണ്ടൻ നഗരത്തിന്റെ വീതിയിൽ ഞങ്ങൾ പുതച്ചു ഉറങ്ങുമ്പോൾ, കമ്പിളി പുതപ്പിട്ട് പുതച്ചുറങ്ങുമ്പോൾ രാത്രി 2 മണിക്ക് പലപ്പോഴും ഞങ്ങൾ ഞെട്ടി ഉണരാറുള്ളത് മൗലാന മുഹമ്മദ് അലി ജൗഹർ ആ തണുത്തതാകുന്ന വെള്ളം കൊണ്ട് വുളു എടുത്തുകൊണ്ട് നിസ്കരിച്ച് കിബില നിർണയിച്ചുകൊണ്ട് തഹജ്ജുദ് നമസ്കരിച്ചുകൊണ്ട് നിസ്കാരത്തിൽ ഖുർആൻ ഓതിയിട്ട് അതിന്റെ അർത്ഥതലങ്ങൾ ചിന്തിച്ചിട്ട് പൊട്ടിക്കരയുന്നത് കേൾക്കുമ്പോഴാണ് ഞങ്ങൾ പലപ്പോഴും രാത്രിയിൽ നിന്ന് ഉറക്കമഴിക്കാറുള്ളത് എന്ന് പറയുകയാണ്. അവനാണ് വിജയിച്ചത്. എന്റെ മോൻ വിജയിച്ചു. എവിടെ? SSLC +2 ഒക്കെ ദുനിയാവ്. എന്റെ മോൻ വിജയിച്ചു. ഫേസ്ബുക്കിൽ ഇടുകയാണ്, വാട്സാപ്പിൽ പ്രചരിക്കുകയാണ്, ഭയങ്കര സംഭവമായിട്ട് DP വെച്ചിരിക്കുകയാണ്. അതൊക്കെ ദുനിയാവ്. ആഖിറ എവിടെ എത്തി? ആഖിറ 000. പള്ളി കയറിയിട്ട് പെരുന്നാളിനന്ന് കയറിയതാണ്. പിന്നെ മകൻ പള്ളി കണ്ടിട്ടില്ല.
27 ലൈലത്തുൽ ഖദ്ർ പൊതിഞ്ഞു വാങ്ങിക്കൊണ്ട് പോയ ഹാജിയാരാ. പിന്നെ ഹാജിയാരെയും കണ്ടിട്ടില്ല, മോനെയും കണ്ടിട്ടില്ല. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. അന്ന് പോയതാ. മക്കളോട് പള്ളിയിൽ പോവാൻ വാപ്പ എന്നാ പറയാ? 2 ദിവസം പറയും റമദാൻ. ഒന്ന് 17-ാം രാവിനും പിന്നെ ഒന്ന് 27-നും. കാരണം 2 ദിവസവും നല്ല പൊതിയുണ്ട്, കനത്തി വീട്ടിൽ കൊണ്ടുവന്നാൽ അപ്പച്ചമ്പി വെച്ച് ആവി കയറ്റി അടിക്കാം. അതിനുവേണ്ടി മക്കളെ പറഞ്ഞു വാപ്പ പള്ളിയിലോട്ട് വിട്ടു. നിന്റെ ഒരു പൊതിയും കൂടെ വാപ്പ കിട്ടിയിട്ടോ അതിനകത്ത് 2 പീസ് എടുത്ത് അടിക്കാം. വേഗം പോ, പള്ളി പോ. അന്ന് മാത്രം വാപ്പ മക്കളെ പ്രത്യേകം നോട്ട് ചെയ്യും, പള്ളി വന്നോ. അതൊന്നും അല്ല വാപ്പ ഉമ്മ, അതല്ല കർത്തവ്യം. അള്ളാഹ് പറയുന്നു, വിജയിച്ചവനാര്? ആരാ വിജയിച്ചത്? നരകത്തെ തൊട്ട് വിദൂരമാക്കപ്പെടുകയും സ്വർഗത്തിൽ കടക്കുകയും ചെയ്തത് ആരുണ്ടോ അവൻ വിജയിച്ചു. അള്ളാഹു നമ്മളെ അക്കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ. എന്റെ മകൻ സാലിഹാവണം എന്ന നിയ്യത്തിലാകട്ടെ നമ്മൾ ഇന്നത്തെ സദഖ. അള്ളാഹു തൗഫീഖ് തരട്ടെ. എന്റെ മകൻ, എന്റെ മകൾ, എന്റെ മക്കൾ, എന്റെ പരമ്പര അവരൊക്കെ സ്വാലിഹീങ്ങളിൽ പെടണം. മക്കളുണ്ട്, മരുമക്കളുണ്ട്, കൊച്ചുമക്കളുണ്ട്. അള്ളാഹു നമ്മുടെ മക്കളെല്ലാം സ്വാലിഹീങ്ങൾ ചേർക്കട്ടെ. ഓരോ ആമീനില്ലേ? എന്താ നിങ്ങളെല്ലാരും എന്നോട് ദേഷ്യപ്പെട്ടില്ല? എല്ലാവർക്കും ഒരു ദേഷ്യം ഉണ്ടെന്ന് തോന്നുന്നു, രക്തമയോ ഇല്ല. അള്ളാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കട്ടെ. വേഗം വേഗം എല്ലാവരും നല്ലൊരു സദഖ കൊടുക്കുക. അള്ളാഹു തൗഫീഖ് തരട്ടെ. മക്കളോടുള്ള സ്നേഹം ആ കൊടുക്കുന്ന സദഖയിൽ കാണണം. 5 നോട്ട് തപ്പരുത് പേഴ്സിനകത്ത്. അള്ളാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കട്ടെ. മക്കള് നന്നാകാനാണ് ഇടുന്നത്. കൈ ഇങ്ങനെ അമർത്തി പിടിച്ചിരിക്കുക, തുറന്നാ തീർന്നു അത് കാണും. അതുകൊണ്ട് അകത്ത് ഉള്ളിൽ വെച്ച് ചുരുട്ടി വെച്ച് 10 നോട്ട്. എന്റെ മോൻ സാലിഹ്. അള്ളാഹു സാലിഹീങ്ങൾ ചേർക്കട്ടെ. നിയത്ത് നല്ലതെങ്കിലും ദും ചെയ്യടോ, തൗഫീഖ് പിന്നിൽ നിന്ന് തള്ളിത്തരുമടോ. അള്ളാഹു നമ്മുടെ മക്കളെ സാലിഹീങ്ങൾ ചേർക്കട്ടെ. ഓരല്ല ആമീൻ പറയുന്നില്ലല്ലേ? ഇവിടെ സുന്നികളല്ലേ? വേറെ വല്ല സ്ഥലത്താണോ വന്നത്? ആണോ സുന്നി മാത്രം? ആമീൻ പറയാൻ എല്ലാവർക്കും ഒരു മടി. അല്ലാഹുവേ ഞങ്ങളെ നീ സാലിഹീങ്ങളെ ചേർക്കണേ അല്ലാ, ആബിദീങ്ങളെ ചേർക്കണേ അല്ലാ. ഞങ്ങളുടെ മക്കളെ എല്ലാവിധമാകുന്ന കുതന്ത്രങ്ങളിൽ നിന്ന്, ഹറാമായ മേഖലകളിൽ നിന്ന് ഞങ്ങളെ മക്കളെ നീ കാത്ത് സംരക്ഷിക്കണേ അല്ലാ. അവർക്ക് ആത്മീയത ഉള്ളവരായ കബൂലാക്കണേ അല്ലാ. ഞങ്ങളെയും അവരെയും സാലിഹീങ്ങളെ ചേർക്കണേ അല്ലാ. ദുനിയാവാണിത്, അതാദ്യം മനസ്സിലാക്കണം. ദുനിയാവാണ്. ഇവിടെ പിഴച്ചു പോകാൻ ഒരു സെക്കൻഡ് മതി, ഒരു സെക്കൻഡ് മതി. വഞ്ചനയുടെ ലോകം എന്നാണ് ഖുർആൻ ദുനിയാവിനെ കുറിച്ച് പരിചയപ്പെടുത്തിയത്. എന്തിന്റെ ലോകം? വഞ്ചിക്കും. നിന്റെ ഏറ്റവും വലിയ കൂട്ടുകാരനായിരിക്കും. ഒരു ദിവസം നിന്നെ ചതിക്കും. 1,00,000 രൂപ കടം വാങ്ങിച്ചുകൊണ്ട് പോയതാണ്, പിന്നെ അവന്റെ ഒരു അഡ്രസ് ഇല്ല. ദുനിയാവ് അങ്ങനെയാണ്. ആരെയും വിശ്വസിക്കാൻ പറ്റൂല അമിതമായി. ദുനിയാവിന്റെ പിറകെ ആളുകൾ ഓടും. ഖുർആൻ പറഞ്ഞതല്ലേ, വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. ഈ ദുനിയാവ് വഞ്ചനയുടെ ലോകമാണ്, വഞ്ചനയുടെ ലോകമാണ്, ചതിയുടെ ലോകമാണ്. ഇവിടെ വഞ്ചന മാത്രം ഉണ്ടാവും. من كان يريد حرث الدنيا نؤته منها ومن كان يريد حرث الآخرة نزد له في حرثه. ദുനിയാവിന്റെ പിറകെ ഓടിയോ, ഈ ദുനിയാവ് സമ്പാദിക്കാൻ രാവും പകലും അധ്വാനിച്ചോ. ഇന്ന് മക്കളെ ഭൗതിക വിദ്യാഭ്യാസത്തിന് വേണ്ടി വാപ്പമാർ ഉമ്മമാർ ഓടുന്നത് മക്കൾക്കൊരു ഗവൺമെന്റ് ജോലി വാങ്ങിച്ചു കൊടുക്കാൻ അതിനുവേണ്ടി പ്രയത്നിക്കുന്ന രക്ഷിതാക്കളെ, അതിനുവേണ്ടി മക്കളെ പ്രാപ്തരാക്കാൻ ഓടുന്നതാകുന്ന ഉമ്മമാരെ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, മൻ കാന യുരീദു ഹർസ ദുനിയാ നുക്തിഹി മിൻഹാ. ദുനിയാവ് വാരിക്കോരി എടുക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നവരെ ദുനിയാവിൽ നിന്ന് അല്പം നാം നൽകുന്നതാണ്. ദുനിയാവ്
തരാതിരിക്കൂല, വളരെ കുറച്ച് തരും. മുൻഗാമികളിലേക്ക് ചേർത്ത് നോക്കിയിട്ട് നിനക്ക് ഈ നൽകിയതൊക്കെ വളരെ കുറവാണ്. ഈ അടുത്ത് എം എ യൂസുഫ് അലി അദ്ദേഹം കേരളത്തിലെ 1-ാം നമ്പർ കാശുകാരനായി വീണ്ടും തെരഞ്ഞെടുത്തു. ഫോക്സ് മാസികയിൽ വന്നതാകുന്ന വാർത്തയാണ്. 63,000 കോടിയാണ് അദ്ദേഹത്തിന്റെ ആസ്തി. വളരെ കുറച്ച്, അത്രേ ഉള്ളൂ. 63,000 കോടി രൂപയാണ് ആസ്തി. ഇത് കണ്ടിട്ട് നമ്മൾ എന്താണ് വലിയ കാശ് പഠിച്ചവനെ, എന്താണ് അയാളുടെ തലയെ വരച്ചിരുന്ന നമ്മുടെ നടുവത്ത് വരച്ചാൽ മതിയായിരുന്നു. അല്ലാഹു അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞ് നമ്മൾ കിടന്ന് വസ്വാസാകുക. 63,000 കോടി ഒന്നും അല്ല എന്ന് ഖുർആൻ പറയാണ്. എടാ, അള്ളാഹു തരാൻ വിചാരിച്ച അള്ളാഹു അതിലേക്ക് നോക്കിയിട്ട് പറയാണ്, എന്ത് ദുനിയാവിന്റെ പിറകെ നീ ഓടിയാൽ അത് വളരെ കുറവാണ്. അള്ളാഹുവിൻ്റെതാകുന്ന ഖജനാവിലേക്ക് ചേർത്തു നോക്കുമ്പോ നിനക്ക് ഈ നൽകപ്പെട്ടതും ഈ കൊടുക്കപ്പെട്ടതാകുന്ന ധനാഢ്യർക്ക് നൽകപ്പെട്ട സമ്പത്തൊക്കെ വളരെ ചെറുതാണ് എന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുന്നതാ. നമ്മൾ ഓടുന്നതിനാണല്ലോ മക്കളെ ഭയങ്കരമായിട്ട് വിദ്യാഭ്യാസം പഠിപ്പിക്കണം, ഭൗതികം പഠിപ്പിക്കണം. എന്തിനാ? പാപ്പാക്ക് റാഹത്തായിട്ട് പിന്നെ കാലുമേ കാല് കയറ്റി വെച്ചിരുന്നാ മതി. മക്കൾ ഇങ്ങനെ കൊണ്ടുവന്ന് ഡോളർ എറിഞ്ഞു തരും. റാഹത്താണ്. ഇതിന്റെ പുറകെയല്ലേ ഓടുന്നത്. ومن كان يريد حرث الآخرة نزد له في حرثه. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, മക്കൾക്ക് ആഖിറത്തെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കണേ. ആഖിറം സമ്പാദിക്കാൻ നീ തയ്യാറായാൽ അതിൽ അല്ലാഹു വർധനവ് നൽകുമേ എന്ന് വിശുദ്ധമായ ഖുർആൻ. മക്കളെ ഹാഫിളാക്കിയാൽ, മക്കളെ ആലിമാക്കിയാൽ അതിനുവേണ്ടിയുള്ള പരിശ്രമത്തിനാണ് നീ നടക്കുന്നത് എങ്കിൽ നിന്റെ വിക്രം, നിന്റെ ഔറാദും, നിന്റെ തസ്ബീഹും, നിന്റെ തഹ്ലീലും, നിന്റെ തക്ബീറും, നിന്റെ തംജീദും, നിനക്ക് അല്ലാഹുവിനെ നീ പുകഴ്ത്തലും വാഴ്ത്തലുമെല്ലാം നിന്റെ മക്കള് സാലിഹാകണമെന്നുള്ള ഒരേ ഒരു ലക്ഷ്യത്തിലാണ് എങ്കിൽ മക്കൾക്ക് നീ മദ്രസ വിദ്യാഭ്യാസം കൊടുക്കുന്നതിലൂടെ, ദർസി രംഗത്ത് പറഞ്ഞു വിടുന്നതിലൂടെ, അറബി കോളേജിലേക്ക് പറഞ്ഞു വിടുന്നതിലൂടെ, പെൺകുട്ടികൾക്ക് മതവിദ്യാഭ്യാസം കൊടുക്കുന്നതിലൂടെ അവന്റെ കൃഷിയിടത്തിൽ നാം വർധനവ് നൽകുമെന്ന് വിശുദ്ധ ഖുർആൻ. എല്ലാം കിട്ടും, ദുനിയാവും കിട്ടും, ആഖിറവും കിട്ടും. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഭൗതികം വേണ്ട എന്ന അർത്ഥത്തിലല്ല ഞാൻ ഈ പറഞ്ഞത്. SLC വേണ്ട, +2 വേണ്ട, ഭൗതികം വേണ്ട എന്നല്ല, രണ്ടും വേണം. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത്. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഭൗതിക വിദ്യാവാഹനം കൊള്ളാമടോ, ആത്മീയ വിദ്യയാണതിന്റെ ബ്രേക്കടോ. ഡ്രൈവിംഗ് അറിയാവുന്ന എത്ര പേരുണ്ട്? കാർ ഓടിക്കാൻ അറിയാവുന്നവരൊന്ന് കൈ ഉയർത്തിക്ക്. എത്ര പേരുണ്ട്? നോക്കട്ടെ. കാർ ഓടിക്കാൻ അറിയാവുന്നവർ ആരുമില്ലേ? കൈ ഉയർത്തുന്നില്ലല്ലോ. എല്ലാവരും മടിയന്മാരാട്ടോ. എന്റെ വണ്ടിയുടെ ഡ്രൈവർ ആക്കാനൊന്നും അല്ല, എന്നോട് ചോദിച്ചാണ്. എത്ര പേരുണ്ട്? ഒന്ന് കൈ ഉയർത്തിക്ക് നോക്കട്ടെ. മാഷാ അല്ലാഹ്. അല്ലാഹു ഈ കൈ ഉയർത്തിക്കുന്നവർക്ക് ആഫിയത്തും സിഹത്തും കൊടുക്കണേ റഹ്മാൻ. അല്ലാഹു ബർക്കത്ത് ചെയ്യണം. അത് ഓടിക്കാൻ അറിയാവുന്നവരോട് പറഞ്ഞാലേ ഇത് മനസ്സിലാവുള്ളൂ. ഭൗതിക വിദ്യ വാഹനം കൊള്ളാമടോ, ഭൗതിക വിദ്യ കൊള്ളാം, പക്ഷെ ആത്മീയ വിദ്യയാണ് അതിന്റെ ബ്രേക്കടോ എന്ന് പറഞ്ഞാൽ ഭൗതിക വിദ്യ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴും ആത്മീയതയിൽ ചാരിച്ചുകൊണ്ടായിരിക്കണം പോകേണ്ടത്. ഭൗതിക വിദ്യ പഠിക്കാൻ ളുഹറിന്റെ സമയമായി, അപ്പൊ ഒരു ബ്രേക്ക് ഇടണം, ളുഹ്റസ്കരിക്കണം. അസറിന്റെ സമയമായി, ഭൗതിക വിദ്യയാണ്, ബ്രേക്ക് ഇടണം, അസറസ്കരിക്കണം. മഗ്‌രിബിന്റെ സമയമായി, മഗ്‌രിബ് നിസ്കരിക്കണം. ഇശാന്റെ സമയം, ഇശാ നിസ്കരിക്കണം. സുബഹിയുടെ സമയം, സുബഹി അവ്വൽ വഖത്തിൽ നിസ്കരിക്കണം. അതിന്റെ റവാത്തിബ് സുന്നത്തുകളെ ശ്രദ്ധിക്കണം. ദിക്റും ഔറാദും വേണം. യാസീൻ ഓതേണ്ട സമയത്ത് അത് ഓതണം. വാഖിയ സൂറത്ത് ഓതേണ്ട സമയത്ത് അത് പാരായണം ചെയ്യണം. മജ്ലിസുകൾ മജ്ലിസുൻ നൂറാകട്ടെ, മറ്റുള്ളതാകുന്ന മജ്ലിസുകളാകട്ടെ, മൗലിദിന്റെ സദസ്സാകട്ടെ, ആത്മീയതയിൽ ചാലിക്കപ്പെട്ടിട്ടുള്ള ഏതെല്ലാം മജ്ലിസുകളുണ്ടോ അതൊക്കെ പരിപൂർണമായി പങ്കെടുക്കണം. ആത്മീയ വിദ്യയാണ് അതിന്റെ ബ്രേക്കടോ. ഭൗതിക വിദ്യ പഠിച്ച് അങ്ങ് പോയാ പോരാ, ആത്മീയതയിൽ നിഴലിച്ചുകൊണ്ടായിരിക്കണം നിന്റെ യാത്ര, എങ്കിലേ വിജയിക്കുള്ളൂ. അല്ലാഹു തൗഫീഖ് തരട്ടെ. വണ്ടി ഓടിക്കുന്ന ആളെ എപ്പോഴും എന്ത് ചെയ്യും? ഇടക്കിടക്ക് കാലം ഇങ്ങനെ ഇങ്ങോട്ട് കൊണ്ടുവരും, ബ്രേക്കിലേക്ക് കൊണ്ടുവരും. ആണോ അല്ലയോ? ആ ബ്രേക്ക് ഉണ്ട് എന്നുള്ളത് മറക്കാൻ പാടില്ല. ആ ബ്രേക്ക് ഇല്ലെങ്കിൽ വണ്ടി പോത്തുമില്ല. ഒരാളുടെ ബ്രേക്ക് തീരെ ഇല്ല,
അയാൾ വണ്ടി എടുത്തോണ്ട് പോവില്ല. അപ്പൊ ബ്രേക്കാണ് യഥാർത്ഥത്തിൽ ഈ ആത്മീയത. കറക്റ്റായിട്ട് നിന്നെ നിയന്ത്രിച്ചു കൊണ്ടുപോകാൻ, ഹറാമിൽ നിന്ന് തെറ്റുവാനും തഖ്വയിലേക്ക് എത്തിക്കാനും ഈ ബ്രേക്ക് ഉപകരിക്കും, ഈ ആത്മീയത. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇത് കൊടുക്കാൻ കഴിയണം നമ്മുടെ മക്കൾക്ക്. ഇത് കിട്ടിയിട്ടില്ല. ഇന്ന് മകന്റെ ലുഹറില്ല, അസറില്ല, മഗ്രിബിന് പള്ളി ചിലപ്പോ വന്നു, ഇശായിന് പിന്നെയില്ല, തീരെയില്ല. ചിലപ്പോ മഗ്രിബിന്റെ സമയത്ത് ട്യൂഷന് പോയിട്ടുണ്ടാവും. നമുക്കതാണ് പ്രധാനം. നമുക്ക് ഭൗതികമാണ് ഏറ്റവും വലുത്. നമ്മൾ അതിന്റെ പിറകെ ഓടുക. മദ്രസയിൽ തന്നെ മക്കളെ കൃത്യമായി വിടാതെ ശനിയും ഞായറും ഏതെങ്കിലും ആളെ വെച്ചുകൊണ്ട് ട്യൂഷൻ വെക്കുന്നതാകുന്ന സമ്പ്രദായത്തിലേക്ക് വരെ ഇന്നത്തെ തലമുറ മാറിയില്ലേ? മദ്രസയിൽ തന്നെ പറഞ്ഞു വിടുന്ന ഒരു ശീലം ഇന്നത്തെ തലമുറയ്ക്ക് നഷ്ടപ്പെട്ടു പോയി. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. കാരണം അതിനോടൊക്കെ ഒരു നിസ്സാരവൽക്കരണം, അതൊന്നും വേണ്ട, അതിന്റെ ഒന്നും ആവശ്യമില്ല എന്നുള്ളൊരു ചിന്താഗതി. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അതുകൊണ്ട് എന്തായി, ഇന്ന് ലഹരി വല്ലാതെ കൂടിപ്പോയി. എന്തിന്റെ ലഹരി? യഥാർത്ഥമാകുന്ന ലഹരി. കള്ളും കഞ്ചാവും MDMAയും LSDയും ഒക്കെ ഉപയോഗിക്കുകയും അത് കച്ചവടം ചെയ്യുകയും ചെയ്യുന്ന ആളുകൾ ഇന്ന് വല്ലാതെ കൂടിപ്പോയി. അല്ലാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലയോ, മൻ ശരിബൽ ഖംറ യൻസിഉ മിൻഹുൽ ഈമാൻ കമാ യൻസിഉ ഖമീസഹു മിൻ റഅസിഹി. ആദരവായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, ആരൊരുവൻ ലഹരി നുണഞ്ഞോ, കള്ളു കുടിച്ചിട്ടുണ്ടോ, കഞ്ചാവ് അടിച്ചവരുണ്ടോ, ഏതൊരു സഹോദരനുണ്ടോ സഹോദരിയുണ്ടോ, അവരിൽ നിന്ന് പരിപൂർണമായി ഈമാനിനെ, വിശ്വാസത്തെ എടുത്തു മാറ്റപ്പെടുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ ഇട്ടിരിക്കുന്നതായ ഖമീസിനെ തലവഴി ഊരി കാണിച്ചിട്ട് പറയുകയാണ്, ഇതേപോലെ ഞാൻ ഈ തലവഴി വസ്ത്രം ഊരിയതുപോലെ മനുഷ്യ മാനവ വിജ്ഞാന പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന ഖുർആനും ഹദീസുകളും വെച്ച് അമൽ ചെയ്തുകൊണ്ട് നിലകൊണ്ടതായ ഈമാനുള്ളതായ മനുഷ്യന് അവന് കള്ളു കുടിച്ചു കഴിഞ്ഞാൽ അവനിൽ നിന്ന് ഈമാൻ ഈ രീതിയിൽ ഊരപ്പെട്ടു പോകുമേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഈമാൻ അങ്ങ് പോവും. ഈമാൻ പോയാൽ പിന്നെ കാഫിറല്ലേ. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. من مات مدمنا بالخمر يموت كعابد اللات والعزى. അല്ലാഹുവിന്റെ റസൂൽ വീണ്ടും ഉറപ്പെടുത്തുകയാണ്, ഈ ദുനിയാവിൽ ലഹരി നുണഞ്ഞുകൊണ്ട് നിലകൊണ്ടതായ മുസ്ലിമില്ലയോ, ചെറുപ്പക്കാരില്ലയോ, എത്രയെത്ര സഹോദരിമാരാണ് ക്യാമ്പസുകളിലേക്ക് പഠിക്കാൻ വിട്ടതായ രക്ഷിതാക്കളെ, പഠിച്ചു വെക്കണേ. ക്രിസ്മസിന്റെ രാവുകളിലും, ന്യൂ ഇയറിന്റെ രാവുകളിലും, ഓണത്തിന്റെ രാവുകളിലും, ആഘോഷ പൊലിമകളിലുമൊക്കെ നമ്മുടെ മക്കൾ വിദ്യാഭ്യാസ കലാലയങ്ങളിൽ കള്ളു കുടിക്കുന്നവരല്ലേ, മോശപ്പെട്ട തലത്തിലേക്ക് ശരീരത്തെ കൊണ്ടുപോകുന്നവരല്ലേ. എത്ര ചെറുപ്പക്കാരാണ് ഡ്രഗ്സുകൾക്ക് അടിമപ്പെട്ടിട്ടുള്ളത്. മാരകമാകുന്ന ലഹരി ഉൽപ്പന്നങ്ങളുമായി നമ്മുടെ തലമുറകൾ മാറിയിരിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ വ്യക്തമായി പഠിപ്പിക്കുകയാണ്, മൻ മാത മുദ്മിനം ബിൽ ഖംരി യമൂതു കഅബിദില്ലാത വൽ ഉസാ. ആരൊരുവൻ ലഹരി നുണഞ്ഞുകൊണ്ടാണോ ഈ ദുനിയാവിൽ നിന്ന് മരണപ്പെട്ടു പോയത്, തൗബ ചെയ്യാതെയാണ് മരിച്ചത് എങ്കിൽ അവൻ കാഫിറായിട്ടാണ്. മക്കയിലെ മുശ്രിക്കീങ്ങളെ ചത്തുപോയതുപോലെ ലാത്തയും ഉസ്സയും എന്ന് പറയുന്ന ബിംബങ്ങൾ ആരാധിച്ച് ചത്തുപോയ സമൂഹത്തെ പോലെ എന്റെ സമുദായത്തിൽ നിന്ന് മദ്യം നുകരുന്നവർ, തൗബ ചെയ്യാതെ മരണപ്പെട്ടു പോയവർ കാഫിറായിട്ടാണ് ചത്തുപോകുക എന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ റസൂലിനോട് സഹാബത്ത് ചോദിക്കുകയാണ്, അറഅയ്ത മുദ്മിനം ബിൽ ഖംരി ഹുവല്ലദീ ലാ യസ്തഫീഖു മിൻ ശുറൂബിഹാ. അവിടുന്ന് പറഞ്ഞ കള്ളുകുടിക്കാരൻ 24 മണിക്കൂറും കള്ളുകുടിച്ചുകൊണ്ട് മരണപ്പെട്ടു പോയവനെ കുറിച്ചാണോ കാഫിറായി ചത്തുപോകുക എന്ന് നബിയെ തങ്ങൾ പറഞ്ഞത് എന്ന് സ്വഹാബത്ത് വിഷമത്തോടുകൂടി ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ല,
അല്ല സ്വഹാബ, അല്ല സ്വഹാബ. കൂട്ടുകാരും ഒന്നിച്ചുകൊണ്ട് ഏതെങ്കിലും രാവുകളിൽ ആഘോഷ പൊലിമകളുടെ പേരിൽ ലഹരി നുണഞ്ഞവരുണ്ടോ? സിറിഞ്ച് വെച്ചുകൊണ്ട് കയ്യിലേക്ക് ലഹരി അടിച്ചു കയറ്റിയതായ ചെറുപ്പക്കാരില്ലേ, സഹോദരങ്ങളില്ലേ? അവർ തീർച്ചയായും കാഫിറായിട്ടാണ് ചത്തുപോകുക എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഈമാനില്ല, കാഫിറായി ചത്തുപോകും. അല്ലാഹു നമ്മളെ മക്കളെ കാത്തു സംരക്ഷിക്കണം. എന്റെ മോനൊന്നും ഇല്ല എന്ന് പറയരുത്. നമ്മുടെ മക്കളില്ല എന്ന് പറഞ്ഞിട്ട് ആരും നമ്മുടെ മക്കളെ ഒന്നും നല്ല പിള്ളയായിട്ട് ചമയ്ക്കണ്ട. അല്ലാഹു നമ്മുടെ മക്കളെ കാത്തു സംരക്ഷിക്കണം. നമ്മുടെ മക്കള് രണ്ട് രീതിയിലുള്ള മക്കളായി വരും. രണ്ട് രീതിയിലുള്ള മക്കളെ അല്ലാഹു പറയുന്നുണ്ട് ഖുർആനിൽ. ഒന്നേതാ? മാതാപിതാക്കൾക്ക് ദുആരക്കുന്ന മക്കൾ, അനുകൂലമായി. وقضى ربك ألا تعبدوا إلا إياه وبالوالدين إحسانا إما يبلغن عندك الكبر أحدهما أو كلاهما فلا تقل لهما أف ولا تنهرهما وقل لهما قولا كريما واخفض لهما جناح الذل من الرحمة وقل رب ارحمهما كما ربياني صغيرا. ഒന്നാമത്തെ വിഭാഗം മാതാപിതാക്കളെ വേണ്ട പോലെ പരിഗണിക്കുന്നതായ മക്കളാണ്. മാതാപിതാക്കളെ ചീത്ത വിളിക്കില്ല, അവരെ തെറി വിളിക്കില്ല, ശകാരിക്കില്ല, ചവിട്ടില്ല, തൊഴിക്കില്ല. അനാവശ്യമാകുന്ന ഒരു വാക്ക് പോലും മാതാപിതാക്കളെ കുറിച്ച് പറയില്ല. ഒരു നോട്ടം കൊണ്ട് പോലും അവരെ പ്രയാസപ്പെടുത്തില്ല. കൊണ്ട് പോലും അവരെ പ്രയാസപ്പെടുത്തില്ല. അങ്ങനത്തെ മക്കൾ, അതാണ് കൺകുളിർമയുള്ള മക്കൾ എന്ന് പറഞ്ഞത്. മറ്റേത് ഗുരുത്തം കെട്ടവൻ, നരകം വിലക്ക് വാങ്ങിയ മക്കളാണ്. അള്ളാഹു അതിൽ നമ്മളെ കാക്കുമാറാവട്ടെ. ഇതാണ് വരേണ്ടത്. വാപ്പായുമായി വിളിച്ച മോനടാ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ അപ്പൊ വരണം. സുന്നത്ത് നിസ്കരിക്കുകയാണെങ്കിൽ പോലും മാതാപിതാക്കൾ വിളിച്ചാൽ കൈയഴിച്ചിട്ട് നിസ്കാരത്തിൽ നിന്ന് അവർക്ക് ഇജാബത്ത് കൊടുക്കണമെന്ന് ഇമാമിങ്ങൾ പഠിപ്പിക്കുക. സുന്നത്ത് നിസ്കരിച്ചുകൊണ്ടിരിക്കുക, അപ്പൊ വാപ്പായുമായി വിളിച്ചെന്തിയാണ്? കൈയടിച്ചിട്ട് ആർക്ക് ഉത്തരം കൊടുക്കണം? വാപ്പാക്കും. ഫർള് നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോ നബിതങ്ങൾ വിളിച്ചാല് നബിക്ക് ഇജാബത്ത് കൊടുക്കണം. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. ഫർള് നിസ്കരിച്ചുകൊണ്ടിരിക്കാൻ നബി വിളിച്ചാൽ, നബി ഇപ്പൊ ഇല്ല, വഫാത്തായി. നബി നേരത്തെ ഹയാത്തുള്ള സമയത്ത് വിളിച്ചാൽ എന്ത് ചെയ്യണം? ഉത്തരം കൊടുക്കണം. സ്വഹാബത്തിനോട് അള്ളാഹുവിന്റെ കൽപ്പന. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. സുന്നത്ത് നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ പോലും അത്രയേറെ ഇജാബത്ത് കൊടുക്കണമെന്നാ വാപ്പായുമായി. നമ്മുടെ മക്കൾ സുന്നത്തൊന്നും അല്ല, അഞ്ചാവ് അടിച്ചോണ്ടിരിക്കുകയാണ്. അഞ്ചാവില്ല. അള്ളാഹു നമ്മളെ കാക്കട്ടെ. സിറിഞ്ച് വെച്ച് അടിച്ചോണ്ടിരിക്കുക, റൂമിനകത്താണ്. നമ്മൾ നോക്കും വല്ല ഔറാദിലായിരിക്കും. ഷാദുലി റാത്തീബാദ് കയറി നോക്കുമ്പോ ഷാദുലി അല്ല, വേറെ സാധനമാണ്. അവൻ അടിച്ചോണ്ടിരിക്കുക. രംഗണ്ണനാണ്, രംഗണ്ണനെ കളിച്ചോണ്ടിരിക്കുക. അതാ ഇപ്പോഴത്തെ ട്രെൻഡ്. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കണം. നമ്മുടെ മക്കളെ അല്ലാഹു സാലിഹീങ്ങൾ ചേർക്കട്ടെ. ആമീനില്ലല്ലോ, ആമീൻ പറയും. മക്കള് നന്നാവണം. മക്കൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സമ്പാദിച്ചത് മുഴുവനും. പ്രവാസ ലോകത്ത് 30-40 കൊല്ലം നീ കഷ്ടപ്പെട്ടുണ്ടാക്കിയത്, ഇവിടെ ഈ നാട്ടിൽ ഈ പൊരുവയലത്തിരുന്ന് കഷ്ടപ്പെട്ടത് അല്ലേ? വാപ്പ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോ നല്ല നാരങ്ങാവെള്ളം അവിടെ കൊടുക്കുന്നുണ്ട്. 10 രൂപ, 12 രൂപ, 15 രൂപ, 20 രൂപ നല്ല കുരുക്കി സർബത്ത്. കുടിക്കോ? മുമ്പ് കുടിക്കൂല. ആ വിയർത്തൊലിച്ച് വീട്ടിൽ വന്നിട്ട് 2 ഗ്ലാസ് പച്ചവെള്ളം കുടിക്കും. കാരണം എന്താ? ഈ 20 രൂപ ആ പൈസയെങ്കിലും മക്കൾക്ക് ട്യൂഷൻ ഫീസ് അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും മിഠായി വാങ്ങാൻ ഉപകരിക്കുമെന്ന് കരുതിയിട്ട്. പുതിയ തലമുറയാണെങ്കിലും 20 രൂപയുടെ 5 വെള്ളം എടുത്ത് എത്തിയടിക്കാവനെ അടിച്ചു. പുതിയ തലമുറ പഴയതങ്ങനെയല്ല. അല്ലാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കട്ടെ. പറഞ്ഞത് ശരിയാണോ? അല്ലേ? മനസ്സിലായോ?
പുതിയതൊക്കെ അടിച്ചു പൊളിക്കാണ്, ലാവിശാൻ, കയ്യിലേക്കൊന്നുമില്ല. ഒരു 700 രൂപ സംഭവം കിട്ടിക്കഴിഞ്ഞാൽ അതിലൊരു 400 രൂപയ്ക്ക് മിനിങ്ങണം റാഹത്തായിട്ട്. 2 ക്വാർട്ടറൊക്കെ അടിച്ച് 2 സാധനം കുപ്പി വീട്ടിലും കൊണ്ടുവന്ന് വെച്ച് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ബിസ്മില്ലി അടിക്കുള്ളൂ. ഇത് തന്നെ പരിപാടി സുബൈ വരെ ആന അടിച്ചോണ്ടിരിക്കും. എന്നിട്ട് റാത്തീബിന് വന്നിട്ട് ഉസ്താദിനോട് പറയാം, സാർ ദ്വാരക്കണം, മക്കള് സാലിഹാവണം, അപ്പൊ അതാക്കി തരാം. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. എങ്ങനെ നന്നാവും? എടാ, മക്കള് സാലിഹാകണമെങ്കിൽ നമ്മൾ വെറുതെ കാട്ടിക്കൂട്ടിയത് കൊണ്ട് മാത്രമായില്ല, മക്കള് സാലിഹാകാനുള്ള പ്രവർത്തനം കൂടി നമ്മളിൽ ഉണ്ടാവണം. എത്ര പ്രാവശ്യം നീ ദുആ ചെയ്തിട്ടുണ്ട് ഇന്ന് വരെ? ഇഖ്ലാസോട് കൂടി പറയിൻ, കളവ് പറയാതെ മനസ്സിരുത്തി ചിന്തിക്കിൻ, വലത് കൈ നെഞ്ചത്തോട് വെച്ചിട്ട് ചിന്തിക്കിൻ, എന്റെ മകൻ സാലിഹാകണം, എന്റെ മകൾ സാലിഹത്താകണമെന്ന് എത്ര ഉമ്മമാര് എത്ര ഉപ്പമാര് ഇതുവരെ ദുആ ചെയ്തിട്ടുണ്ട്. ദുആ ചെയ്തിട്ടുണ്ട്, അതാണ് എന്റെ ചോദ്യം. ദുആ എത്ര പേര് ഇല്ല എന്ന് പറയേണ്ടി വരും. നമ്മളത് ദ്വാരന്നിട്ടേ ഇല്ല. ഭാര്യ ഗർഭിണിയാണ്, ദ്വാരന്നിട്ടുണ്ടോ? അള്ളാഹു എന്റെ കുഞ്ഞിനെ നീ സാലിഹാക്കി താ അല്ലാഹ്. ഒരു വട്ടം ദ്വാരന്നിട്ടുണ്ടോ? 9 മാസം 10 ദിവസം എത്തി വേദന വന്നു എന്ന് പറയുമ്പോ വെറ്റിലേം പറിച്ചുകൊണ്ട് നടക്കുകയാണ്. അതെ, മന്ത്രി ചോദിക്കുക, മക്കള് സാലിഹ, അപ്പോഴാണ് ഇവൻ നടക്കുന്നത്. എത്ര പേര് ദുആ ചെയ്തിട്ടുണ്ട്? ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രായാധിക്യമുള്ള വ്യക്തിയാണ്. ആ സമയത്താണ് അല്ലാഹു ആദ്യത്തെ കൺമണിയെ കൊടുക്കുന്നത്. ആരാണ് ആദ്യത്തെ മകൻ? മഹാനായ സയ്യിദുനാ ഇസ്മാഈൽ. പ്രായം ഒരുപാട് പ്രായം, 30 കഴിഞ്ഞു, 40 കഴിഞ്ഞു, 50 കഴിഞ്ഞു, 60 കഴിഞ്ഞു, 70 കഴിഞ്ഞു, 80 കഴിഞ്ഞു, 90 കഴിഞ്ഞു, 100 കഴിഞ്ഞു. മക്കളെ കൊടുത്തില്ല. ആർക്ക്? പ്രവാചകന്, മഹാനായ സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഇബ്രാഹിം നബി ആരാ? സാദാസീത വ്യക്തിയാണോ? എന്ത് ചോദിച്ചാലും അള്ളാഹു ഉത്തരം കൊടുക്കും. പക്ഷെ അള്ളാഹു മകനെ കൊടുത്തില്ല. കാരണം അയാൾ ചോദിക്കുന്നത് വെറുതെ ഒരു മകനെത്താന്നല്ല, ചോദ്യം വല്ലാത്ത ചോദ്യമാണ്. അതുകൊണ്ട് അള്ളാഹുവിന് ഇച്ചിരി ടൈമുണ്ട്, സമയത്ത് കൊടുക്കും. ചോദ്യം എന്താ? റബ്ബി ഹബിലി മിനസ് സാലിഹീൻ, അല്ലാഹുവേ എനിക്കൊരു സാലിഹായ സന്താനത്തെ നൽകണേ അല്ലാ, സാലിഹായ മകനെ നൽകണേ അല്ലാ, സാലിഹായ മകനെത്താ അല്ലാ. അവനെ കിട്ടിയിട്ടേ കാര്യമുള്ളൂ. അല്ലാത്തവൻ സമ്പത്ത് നോക്കിയിട്ടാ നിൽക്കുന്നത്. വാപ്പ എന്നും മരിക്കുമെന്ന് ഓർത്തായി. അപ്പൊ പലരും ദ്വാരപ്പിക്കാൻ വേണ്ടി പൈസ കൊണ്ട് തരും. എങ്ങനെയാ ദ്വാരക്കം കൊണ്ടുവരും? അതെ, പ്രത്യേകം ദ്വാരക്കണോ? അപ്പൊ ഭയങ്കര സീരിയസ്. അപ്പൊ അള്ളാഹു അവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. അതല്ല വല്ലാത്ത വല്ല കടപ്പിലാണ്, നല്ല കടപ്പിലാണ്. അത് തന്നെ അള്ളാഹു ഷിഫ കൊടുക്കട്ടെ. അതല്ല അപ്പാക്ക് തീരെ വയ്യ. അപ്പൊ അത് ഇമാൻ സലാമത്താന്ന് ദ്വാരക്കം. അതായത് ഇവനെ പറച്ചിലൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഇഖ്ലാസിന്റെ തങ്കക്കൊട. ഇമാം സലാത്ത് പറഞ്ഞെന്താ? മയ്യിത്താകാം ദുആരക്കെന്ന് ആയി പറഞ്ഞത്. അതിനെ അവൻ അറബി പറഞ്ഞെന്നേ ഉള്ളൂ. ഈമാൻ സലാമത്താകാൻ ദുആരക്കും. വേറൊരു ഭാഷ അങ്ങ് പറഞ്ഞു വെച്ചു. എങ്ങനെയെങ്കിലും മരിച്ചു കിട്ടിയാൽ മതി. നോക്കി മടുത്ത് ഇവൻ ഗൾഫിൽ നിന്ന് വന്നു, എമർജൻസി ലീവ് അടിച്ച് വന്നിരിക്കാൻ. 10 ദിവസമായി, വേഗം തിരിച്ചു പോകണം. ദുനിയാവിന്റെ കാര്യം എങ്ങനെ നടക്കണം? വാപ്പായെ നോക്കാൻ മേല. പിന്നെ എന്തിനാ ഇപ്പൊ വന്നത് നാട്ടുകാരുടെ മുന്നിൽ ക്രെഡിറ്റ് കിട്ടാൻ. വേഗം മരിച്ചു കിട്ടിയിരുന്നെങ്കിൽ വേഗം തന്നെ കൊണ്ടുവന്ന് കബറടക്കിയിട്ട് വേഗം തന്നെ പോകായിരുന്നു. ഇതിപ്പോ ഹലാക്ക് ഇവിടെ വന്നിട്ട് മരിക്കുന്നുമില്ല. അപ്പൊ പിന്നെ പള്ളിയിൽ ഉസ്താദിന് എന്തെങ്കിലും കൊടുത്തിട്ട്, യതീഖാനയ്ക്ക് കൊടുത്തിട്ട് എങ്ങനെയെങ്കിലും സീമ സലാമത്തായി മരിക്കാൻ ദ്വാരക്കാം. മരിച്ചു കിട്ടിയാൽ മതി. എന്നാൽ 2 ദിവസം കൊണ്ട് ലീവ് വെച്ചിട്ട് ഇവിടെ നിന്ന് എങ്ങനെയും കുഴിച്ചിട്ടിട്ട് പോയാൽ ഇതല്ലേ നമ്മുടെ സ്വഭാവം. പിന്നെ എങ്ങനെ മക്കൾ നന്നാവും? നമ്മുടെ ശൈലി ഏതാണ്? അള്ളാഹു നമ്മുടെ മക്കളെ സാലിഹീങ്ങളെ ചേർത്ത് അനുഗ്രഹിക്കട്ടെ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ദുആ ഒന്ന് മാത്രം, അള്ളാഹു എനിക്ക് സാലിഹായ സന്താനത്തെ താ അല്ലാഹ്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുത്തു. ആര്? മഹാനായ സയ്യിദുനാ ഇസ്മാഈൽ. സയ്യിദുനാ ഇസ്മാഈൽ فبشرناه بغلام حليم. സഹിഷ്ണുതയുള്ളതായ തഖ്വയുള്ള ഒരു മകനെ കൊണ്ട് അല്ലാഹു അദ്ദേഹത്തിന് സന്തോഷ വാർത്ത അറിയിച്ചു എന്ന് വിശുദ്ധമായ ഖുർആൻ. ഇസ്മാഈൽ എന്ന ഒരു മകനല്ല, ഒരു പ്രവാചകനെ അല്ലാഹു കൊടുത്തു. ശരിക്കും ചിന്തിക്കണം. വാപ്പ ദ്വാരം എന്താ? ഒരു സാലിഹായ കുഞ്ഞിനെ താന്ന്. നോക്കിയപ്പോ ജനങ്ങളിൽ ഏറ്റവും അത്യുത്കൃഷ്ടരായ വ്യക്തികളാണ് പ്രവാചകന്മാർ. അവരിൽ പെടുത്തിയിട്ട് അള്ളാഹു ഒരു മകനെ കൊടുത്തു, സയ്യിദുനാ ഇസ്മാഈൽ അലൈഹിസ്സലാം. അപ്പൊ വാപ്പ ചോദിക്കേണ്ട പോലെ ചോദിക്കണം.
നമ്മുടെ നിയത്ത് എന്താ? കുട്ടി ഗർഭം വെച്ചു, ഭാര്യ ഗർഭം ധരിച്ചു, അപ്പോഴേ തന്നെ നമ്മൾ തുടങ്ങാണ് എന്ത്? നല്ല പശുവും പാൽ അവിടെ കിട്ടുമെന്ന് നോക്കും. എന്നിട്ട് രാവിലെ കുങ്കുമപ്പൂവിനകത്ത് കലർത്തി കൊടുക്കാം, കുഞ്ഞെങ്ങനെയെങ്കിലും വെളുക്കാൻ. അവസാനം വെളിയിലോട്ട് വന്നപ്പോ നരകത്തിന്റെ കളർ, കറുക്കട്ട. ഇതിനേക്കാൾ കറുപ്പ് പറയില്ല നാട്ടില്. കുങ്കുമപ്പൂ കലർത്തി റാഹത്തായിട്ട് കുടിക്കാം 3 നേരം. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഇതല്ലേ ഇവ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. നമുക്ക് എങ്ങനെയെങ്കിലും കുഞ്ഞിനെ വെളുപ്പിച്ച് കിട്ടിയാൽ മതി നാട്ടുകാരുടെ മുന്നിൽ. എടാ, കുഞ്ഞിന്റെ ഹൃദയം വെളുക്കട്ടെ, കുഞ്ഞിന്റെ പുറത്ത് തൊലിയല്ല. തൊലിപ്പുറമല്ല നിനക്കേണ്ടത്. അകമ്മിനുക്കാതെ പുറമ്മിനു കണ്ട കക്കൂസക്കുള്ളൊരു രീതി നീ എടുക്കണ്ട. അകമ്മിനുക്കാതെ പുറമ്മിനു കണ്ട കക്കൂസക്കുള്ളൊരു രീതി നീ എടുക്കണ്ട. ടൈലൊക്കെ ഇട്ട് സെറ്റ് ആക്കിയിരിക്കാണ് ബാത്റൂം കണ്ട എന്താണ് റാഹത്ത്, പാവിരിച്ച് ഉറങ്ങാൻ തോന്നും. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ബാത്റൂം ഒക്കെ. എന്നാൽ ക്ലോസറ്റിന്റെ ഉള്ളിലോ ഹലാക്കാണ്. അതാണ് കവി പറഞ്ഞത്, തഴവ ഉസ്താദിന്റെ വരികളാണ്. അകം മിനുക്കാതെ പുറം മിനുക്കണ്ട, കക്കൂസയ്ക്കുള്ളൊരു രീതി നീ എടുക്കണ്ട. ക്ലോസറ്റിന്റെ രീതി എടുക്കണ്ട. ക്ലോസറ്റിന്റെ ഉള്ളിലൊക്കെ നോക്കിയാൽ ഹലാക്കാണ്. പുറമെ നോക്കിയാലോ നല്ല ടൈലൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. പുറം കണ്ടു കഴിഞ്ഞാൽ അടിപൊളിയാണ്. അതേപോലെയാണ് ഇന്ന് നമ്മുടെ ഹൃദയം. ശരീരം അടിപൊളിയാണ്, നല്ല കോട്ടും സൂട്ടും ഇട്ട് നടക്കാൻ. ഹൃദയം മൊത്തം മാലിന്യാണ്. ഹൃദയം തെളിയണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു ഞങ്ങളെ നീ സാലിഹീങ്ങളെ ചേർക്കണേ അല്ലാഹ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ദുആ കാരണമായി അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തതായ മകനാണ് ഇസ്മായിൽ. പരിശുദ്ധമായ ഖുർആനിലൂടെ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ കുറിച്ച് അല്ലാഹു പറയുകയാണ്, വദ്കുർ ഫിൽ കിതാബി ഇസ്മായിൽ ഇന്നഹു കാന സാദിഖൽ വഅദ് വകാന റസൂലൻ നബിയ്യാ വകാന യഅ്മുറു അഹ്ലഹു ബിസ്സലാത്തി വസകാത്ത് വകാന യഅ്മുറു അഹ്ലഹു ബിസ്സലാത്തി വസകാത്ത് വകാന ഇൻദ റബ്ബിഹി മർദിയാ. മഹാനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ കുറിച്ച് നബിയേ ഈ സമൂഹത്തിന് പറഞ്ഞു കൊടുക്കണേ റസൂലേ. അദ്ദേഹം വാഗ്ദാനങ്ങൾ ചെയ്താൽ പൂർത്തീകരിക്കുന്നതായ മകനാണ്. അല്ലാഹുവിന്റെ റസൂലാണ്, അല്ലാഹുവിന്റെ നബിയാണ്. തീർന്നില്ല. വകാന യഅ്മുറു അഹ്ലഹു ബിസ്സലാത്തി വസകാത്ത്. അദ്ദേഹം തന്റെ കുടുംബത്തോട് നിസ്കാരം കൊണ്ട് കൽപ്പിക്കുമായിരുന്നു എന്ന് വിശുദ്ധമായ ഖുർആൻ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ദുആ ചെയ്തു, എന്ത്? സാലിഹായ ഒരു മകനെ തരണേന്ന്. അല്ലാഹു ആരെ കൊടുത്തു? ഇസ്മായിൽ നബി അലൈഹിസ്സലാം. ആ ഇസ്മായിൽ നബിയുടെ മദ്ഹ്, അദ്ദേഹത്തിനുള്ള ക്വാളിറ്റി അല്ലാഹു സൂറത്തുൽ മറിയമിലൂടെ പറയുകയാണ്. ബഹുമാനപ്പെട്ട ഇസ്മായിൽ നബി അലൈഹിസ്സലാം വാഗ്ദാനം പൂർത്തീകരിക്കുന്ന വ്യക്തിയാണ്. അല്ലാഹുവിന്റെ റസൂലാണ്, അല്ലാഹുവിന്റെ പ്രവാചകനാണ്. മാത്രമല്ല അദ്ദേഹം കുടുംബത്തോട് നിസ്കാരം കൊണ്ട് കൽപ്പിക്കുമായിരുന്നു. ഒരാൾ നിസ്കാരം കൊണ്ട് കൽപ്പിക്കണമെങ്കിൽ അയാളിൽ അത് ഉണ്ടാവണം. അത് വിശുദ്ധ ഇസ്ലാമിന്റെ അടിസ്ഥാനമാണ്. അപ്പൊ സ്വന്തം നിസ്കരിക്കാൻ മാത്രമല്ല ഭാര്യയും മക്കളെയൊക്കെ നിസ്കാരം കൊണ്ട് കൽപ്പിച്ചിരുന്നു. ആര്? മഹാനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാം. അപ്പൊ മക്കള് സാലിഹായ നടത്തും. അതാ സാലിഹിന്റെ ലക്ഷണം. അതാണ് ദീനുണ്ട്. വാപ്പ ദ്വാരുന്നത് പോലെ ഒരു സാലിഹായ കുഞ്ഞിനെത്താന്ന് പറഞ്ഞ് ദ്വാരുന്നു. ആ ദീൻ കാണുകയാണ്, മക്കളിൽ കാണുകയാണ്. ആ മകൻ നിസ്കാരം കൊണ്ട് അദ്ദേഹത്തിന്റെ ഭാര്യയോടും മക്കളോടും ഒക്കെ നിസ്കാരം കൊണ്ട് കൽപ്പിക്കാൻ. നമ്മുടെ തലമുറ എന്താ അവസ്ഥ? മക്കളും മരുമക്കളും ഒക്കെ എന്താ അവസ്ഥ? രാവിലെ കണ്ണിലെ പീള ഒരു കൊട്ടയുണ്ട്, അതുമായിട്ട് എഴുന്നേറ്റ് ഒരു 7 മണിക്ക് ചായ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചു. അല്ലാഹു നിസ്കാരം ഇല്ല. സുബൈ. അല്ലാഹു മലക്കാക്കട്ടെ. ചായ കുടിക്കുന്നു, വീണ്ടും റൂമിൽ കയറുന്നു, ഫേസ്ബുക്ക്, വാട്സാപ്പ്, ഇൻസ്റ്റാഗ്രാം, കിതാബ് നോക്കുന്നു. അതാണ് അവരുടെ കിതാബ്. അത് നോക്കിക്കൊണ്ടിരിക്കുക. പിന്നെ ഇടയ്ക്കിടയ്ക്ക് യൂട്യൂബിൽ ഇറങ്ങി ഉച്ചയാകുമ്പോൾ വീണ്ടും ഇറങ്ങി വരും റൂമിൽ നിന്ന്. ഇടയ്ക്കിടയ്ക്ക് റൂം തുറന്നിറങ്ങി വരും വന്യജീവികൾ വരുന്ന. ഉമ്മ അങ്ങോട്ട് ചെന്നിട്ട് മോളെ വല്ലതും കഴിക്കുന്നില്ലേന്ന് ചോദിച്ചാൽ ഉമ്മയെ കടിച്ചു കീറുക. അല്ലാഹ് എന്തൊരു ദേഷ്യമാണ് മോക്ക്.
8ാം ക്ലാസ്സിലും 9ലും 10ാം ക്ലാസ്സിലും +1നും +2നും ഒക്കെ പഠിക്കുന്ന മകളാണിത്. അവൾ ആ ഒരു പ്രായം എത്തിയപ്പോഴത്തേക്ക് ഉമ്മായെ കടിച്ചു കീറാനായി. ഉമ്മയുടെ ദേഷ്യം വന്ന് വിളിക്കുന്നതിന്. ആൺകുട്ടികളും അതുപോലെ തന്നെ. അടച്ചിട്ട റൂമിൽ അവൻ ലാപ്ടോപ്പ് ആയിട്ട് ഇരിക്കുകയാണ്, നല്ല റാഹത്തായിട്ട്. കാണേണ്ട എല്ലാം കണ്ട് അല്ല കണ്ണൊക്കെ മഞ്ഞളിച്ച്. എന്താ കണ്ടേന്ന് ഞാൻ പറയണ്ടല്ലോ. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നുള്ളതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഉമ്മായും വാപ്പായും വന്ന് വിളിക്കുന്ന ഇവനങ്ങോട്ട് ഇഷ്ടമില്ല, ദഹിക്കുന്നില്ല, ഭയങ്കര ദേഷ്യ. ഞാൻ വന്നോളാം കഴിക്കാനേ, ഞാൻ വന്നോളാം, എനിക്കറിയാവല്ലോ, ഞാൻ വിശക്കുമ്പോ വന്നോളാം. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. പുതിയ തലമുറയൊക്കെ ഇങ്ങനെ മെലിയാൻ ഇഷ്ടപ്പെടുന്നവരാണ്. മെലിയുന്നത് പല കാരണം കൊണ്ടുവരും. ഫുഡ് കുറയുന്നത് കൊണ്ട് മാത്രമല്ല, കഞ്ചാവ് അടിച്ചാലും മെലിയും. അത് പ്രത്യേകം വാപ്പായും ഉമ്മായും ശ്രദ്ധിച്ചോ. നിങ്ങൾ പറയാം എന്റെ മകൻ ഇപ്പൊ സിസ്പായിക്കാണ്. സിസ്പായിക്കല്ല, വേറെ പാക്കറ്റ് വാങ്ങിയിട്ട് ചുണ്ടിനടി വെക്കുന്നുണ്ട്. അതുകൊണ്ടാണ്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. അതുകൊണ്ട് മനസ്സിലായിക്കോണം, രക്ഷിതാക്കൾ മനസ്സിലായിക്കോ. അത് ആൺകുട്ടികളും ഉണ്ടാവും പെൺകുട്ടികളും ഉണ്ടാവും. വളരെ ശ്രദ്ധിച്ചോണം. അല്ലാഹു നമ്മുടെ മക്കളെ സാലിഹ്യങ്ങൾ ചേർക്കട്ടെ. പുതിയ തലമുറയുടെ കുരുത്തക്കേടുകൾ തിരിച്ചറിയണം. അപ്പായും ഉമ്മായും തരികട കാണിക്കും. അല്ലാഹു നമ്മുടെ മക്കളെ കാത്തു സംരക്ഷിക്കട്ടെ. പാപ്പാടെ ഉമ്മാടെ മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ അന്യ കൂട്ടുകാരനുമായിട്ടുള്ള പ്രണയത്തിന്റെ വർത്തമാനങ്ങൾ പറഞ്ഞുകൊണ്ട് ഫോൺ വിളിക്കും. അതിനൊക്കെ പുതിയ തലമുറയ്ക്കൊക്കെ നല്ല കഴിവാണ്. പേരടിച്ചു മാറ്റിയിട്ടിരിക്കുകയാണ്. പേര് കൂടെ പഠിക്കുന്ന മറിയാമു എന്നും പറഞ്ഞു കൂട്ടുകാരിയുടെ പേര് അടിച്ചിട്ടിരിക്കുകയാണ്. അപ്പൊ ഉമ്മ എന്നെ കൊണ്ട് കൊടുക്കടി, നിന്റെ മറിയാമു വിളിക്കുന്നു. മറിയാമു അല്ല, അത് വേറെ ജോസഫാ വിളിക്കുന്നു. അവനുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക. പേര് മാറ്റിയിട്ട് ഉമ്മ എന്നെ കൊണ്ട് കൊടുക്കും. ഇതുപോലെ ആൺകുട്ടികൾ അവന്റെ കൂട്ടുകാരന്റെ പേരാന്നും പറഞ്ഞ് അടിച്ചിട്ട് സംഭവം വേറെ പെണ്ണുങ്ങളാണ്. എന്നിട്ട് ഉമ്മാടെ മുന്നിലിരുന്ന കാര്യമായിട്ട് ഇവൻ കമന്റ് ഇട്ടുകൊണ്ടിരിക്കുക, വർത്തമാനം പറയാൻ. ഉമ്മ ഒരു പൊട്ടിയെ പോലെ അങ്ങനെ മുന്നോട്ട് പോവാൻ. പുതിയ തലമുറയുടെ കള്ളക്കളികൾ ഇതൊന്നും അല്ല. ധാരാളം ചെറിയ കുട്ടികളാണ് എല്ലാ കുരുത്തക്കേടുകളും പഠിക്കുന്നത്. നമ്മളൊരു പാറ്റേൺ ലോക്ക് ഇട്ട് വെച്ചു. ഏത് ലോക്ക് ഇട്ട് വെച്ചാലും മക്കൾ വന്ന് എടുത്തോണ്ട് പോകും. ഉറങ്ങിക്കിടക്കുന്ന വാപ്പാടെ ഫിംഗർ തള്ളവരിൽ കാണുന്നില്ല, മുറിച്ചോണ്ട് പോയിട്ട് വെച്ചു. എങ്ങനെയെങ്കിലും ഇത് ഓണാക്കണ്ട. അല്ലാഹു നമ്മുടെ മക്കളെ സാലിഹ്യങ്ങൾ ചേർക്കട്ടെ. അല്ലേ? ശരിയല്ലേ? എന്താണ് അവസ്ഥ? നമ്മൾ എത്രയൊക്കെ ഒളിപ്പിച്ച് എവിടെയൊക്കെ ഏതൊക്കെ ഫയല് വെച്ചെന്ന് പറഞ്ഞാലും കണ്ടുപിടിക്കാൻ കഴിവുള്ളതെന്ന് പറയും. പക്ഷെ മക്കൾ ഇതൊക്കെ ഒളിപ്പിച്ചു. അപ്പൊ നോക്കുമ്പോ 5 GB ഫോണിൽ കാണുന്നില്ല. ഉപയോഗിച്ചിട്ടുണ്ട്, യൂസ്ഡ് ആണ്. തപ്പിയിട്ട് കണ്ടുകിട്ടാൻ കഴിയുന്നില്ല. മക്കള് പലയിടത്തും കൊണ്ട് ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുക. ആ വീഡിയോ ഒക്കെ കണ്ട പാപ്പാടെ 50 വർഷത്തെ നോമ്പ് കളായിപ്പോ. അല്ലാഹു പാപ്പായ സാലിഹ്യങ്ങൾ ചേർക്കട്ടെ. അങ്ങനത്തെ വീഡിയോകളാണ് പുതിയ തലമുറകൾ. അല്ലാഹു നമ്മുടെ തലമുറയെ നന്നാക്കി തരട്ടെ. ആമീൻ പറയും. ഉമ്മാരനോട് മുക്കാറും എന്നെ പന്നിക്കിടാൻ ചാൻസ് ഉണ്ട്, വെറുതെ വിട്ടേക്കണേ. അല്ലാഹു നമ്മളെ സാലിഹ്യങ്ങൾ ചേർക്കട്ടെ. ഇത് പറയാതിരിക്കാൻ പറ്റൂല. നമ്മൾ നന്നാവണ്ടേ. നിങ്ങൾ എല്ലാവരും നമുക്ക് ഒരുമിച്ച് സ്വർഗത്തിലേക്ക് പോകണം. അതിനുവേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. അല്ലാഹു തൗഫീഖ് തരട്ടെ. സ്വർഗത്തിലേക്ക് എത്താനും വേണ്ടി ഒരുപാട് പരിശ്രമിക്കേണ്ടതുണ്ട്. ദുനിയാവ് വളരെയേറെ ചെറിയതാണ്, നിസ്സാരമാണ്, കണികമാണ്. കുറഞ്ഞ സമയങ്ങളേ ഉള്ളൂ. പക്ഷെ ഈ കുറഞ്ഞ സമയങ്ങളിൽ പിഴച്ചു പോകാൻ സമയം ഒരു സെക്കൻഡ് മതി. ഒരു സെക്കൻഡ് മതി. എന്താണ് വിദ്യാഭ്യാസം കൊണ്ട് അർത്ഥമാക്കുന്നത്? കോളേജിലേക്ക് പോകുമ്പോൾ കോളേജിൻ്റെതാകുന്ന കവാടത്തിൽ തന്നെ എഴുതി വച്ചിരിക്കുന്ന ഡയലോഗ് എന്താ? പുതിയ വിദ്യാർത്ഥികളെ അധ്യയന വർഷത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ അവിടെ എഴുതി വെച്ചിരിക്കുകയാണ്. കഴിഞ്ഞ വർഷമൊക്കെ അത് വൈറലായിട്ടുണ്ടായിരുന്നു. മതത്തിന്റെ ചിഹ്നങ്ങൾ നമുക്ക് പൊട്ടിച്ചെറിയാം. സ്വതന്ത്രരായി പറന്ന് നടക്കാം. അടിക്കുറിപ്പാണ്. എന്നിട്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന ചിത്രം ഏതാ? ഒരു അന്യ പെണ്ണും പുരുഷനും അവരുടെ ചിത്രം വരച്ചിരിക്കാൻ പരസ്പരം കെട്ടിപ്പിടിച്ച് കെട്ടിപ്പുണർന്ന് ചുണ്ടുകൾ കോർത്ത് ലിപ്ലോക്ക് ചെയ്തുകൊണ്ട് നിലകൊള്ളുന്ന ഒരു ചിത്രം കൊടുത്തിട്ട് അടിയിൽ എഴുതി വെച്ചിരിക്കുകയാണെന്ന് മതത്തിന്റെ ചിഹ്നങ്ങൾ പൊട്ടിച്ചെറിയാം, സ്വതന്ത്രനായി പറന്ന് നടക്കാം. BAക്കും MAക്കും ഒക്കെ പഠിക്കാൻ വേണ്ടി കോളേജിലേക്ക് പോകുമ്പോൾ കോളേജിൻ്റെതാകുന്ന കവാടത്തിൽ കൊടുത്തിരിക്കുന്ന ചിത്രത്തിന്റെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. എന്താണ് ഈ വിദ്യാഭ്യാസം കൊണ്ട് അർത്ഥാക്കുന്നത്? എനിക്ക് മനസ്സിലായില്ല. എന്നിട്ട് നമ്മളെല്ലാവരും അതിനുവേണ്ടി ഇങ്ങനെ ഓടുക, അത് കിട്ടാൻ വേണ്ടി കിടന്ന് ചാടുക. മദ്രസ വിദ്യാഭ്യാസം നമുക്ക് തീവ്രവാദമായി, ഭീകരവാദമായി, വർഗീയവാദമായി, അതൊന്നും കൊള്ളില്ല എന്ന് പറയുക. അത് 2 ദിവസത്തേക്ക് ഒതുക്കി ഏതെങ്കിലും ശനിയാഴ്ച ദിവസം ആരെങ്കിലും വെച്ച് ഓടിച്ചു, എങ്ങനെയെങ്കിലും കാര്യം തീർക്കും. പോയില്ലേലും കുഴപ്പമില്ല, മദ്രസ പോയില്ലേലും കുഴപ്പമില്ല, ഇന്ന് സ്കൂളിലെ ട്യൂഷന് പോട്ടെ, നമുക്കതാ താല്പര്യം. നമ്മളെങ്ങനെ രക്ഷപ്പെടും? നമ്മളെങ്ങനെ രക്ഷപ്പെടും? അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ.
പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു പറയുകയാണ്, മാതാപിതാക്കൾക്ക് എതിരായി ദുആ ചെയ്യുന്നതായ ഒരു വിഭാഗം മക്കളുമുണ്ടത്രേ. സാലിഹീങ്ങളാകുന്ന മക്കൾ മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യും. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. അല്ലാഹുവേ, പടച്ച റബ്ബേ, എന്റെ ചെറുപ്രായത്തിൽ എന്നെ പരിപാലിച്ചതിന് പകരമായി എന്റെ മാതാപിതാക്കളെ നീ ഏറ്റെടുക്കണേ അല്ലാ. അവർക്ക് നീ കരുണ ചൊരിയണേ നാഥാ, അവർക്ക് നീ കരുണ ചൊരിയണേ അല്ലാ. 9 മാസവും 10 ദിവസവും എന്നെ ഗർഭം ചുമന്നുകൊണ്ട് നടന്ന മാതാവാൻ, എനിക്ക് വേണ്ടി പ്രവാസ ലോകത്ത് അറബിയുടെ ചാട്ടവാറടി കൊണ്ട് മരുഭൂമിയിൽ കഷ്ടപ്പെട്ടതാകുന്ന പിതാവാണ്. എനിക്ക് വേണ്ടി പകലന്തിയോളം പാടമ്പത്തും പറമ്പത്തും പട്ടിണി കിടന്നുകൊണ്ട് പണിയെടുത്ത പ്രിയപ്പെട്ടതാകുന്ന പിതാവാണ്. എന്റെ പിതാവിന്, എന്റെ മാതാവിന് നീ കരുണ ചൊരിയണേ അല്ലാ. നീ കരുണയുടെ കവാടം തുറക്കണേ അല്ലാ. ദീനീ വിദ്യാഭ്യാസം, മദ്രസ വിദ്യാഭ്യാസം, ദറസിലേക്ക്, അറബി കോളേജിലേക്ക്, ദീനീ കലാലയത്തിലേക്ക് മക്കളെ പറഞ്ഞു വിട്ടതാകുന്ന രക്ഷിതാക്കളെ, അവർക്ക് വേണ്ടി മക്കൾ ദുആ ചെയ്യുന്ന പ്രാർത്ഥനയാണ്. നേരെ മറിച്ച് മക്കൾക്ക് ഭൗതികമാകുന്ന വിദ്യാഭ്യാസം മാത്രം കൊടുത്തതാകുന്ന രക്ഷിതാക്കളെ, മദ്രസയെ തൃണവൽഗണിച്ചവരല്ലേ, അത് ഭീകരവാദത്തിന്റെ കേന്ദ്രങ്ങളായി അതിനെ മുഖമുദ്ര കുത്തിയവരല്ലേ, അലിമീങ്ങളെ ബഹുമാനിക്കാത്തവരല്ലേ, ഉലമാക്കളെ ആദരിക്കാത്ത സമൂഹമല്ലേ, മുത്തഅല്ലിമിന് വില കൊടുക്കാത്തതാകുന്ന തലമുറയല്ലേ. ഭൗതിക വിദ്യാഭ്യാസം മാത്രം കൊടുത്തതിന്റെ പേരിൽ ആ മക്കള് നാളെ ആഖിറത്തിൽ മാതാപിതാക്കൾക്കെതിരെ പറയുകയാണ്. അവരെ അല്ലാഹു നരകത്തിലേക്ക് പ്രവേശിപ്പിക്കുകയാണ്. ആ നരകത്തിൽ വെച്ചുകൊണ്ട് അവരെ വിളിച്ചു പറയുകയാണ്, വഖാലൂ ലൗ കുന്നാ നസ്മഉ ഔ നഅഖിലു മാ കുന്നാ ഫീ അസ്ഹാബി സഈർ ഫഅതറഫൂ ബിദംബിഹിം ഫസുഹഖൻ ലിഅസ്ഹാബി അസ്സഈർ. നാളെ കത്തിച്ചൊലിക്കുന്ന നരകകുണ്ടാരം അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് വേണ്ടി നൽകുമോ? ഈ ദുനിയാവിൽ അടിച്ചു പൊളിച്ചതാകുന്ന മക്കളല്ലേ, ബാംഗ്ലൂരിലേക്കും എറണാകുളത്തേക്കും തിരുവനന്തപുരത്തേക്കും വിദൂര വിദ്യാഭ്യാസത്തിന് വേണ്ടി മക്കളെ പറഞ്ഞയച്ചതാകുന്ന കണ്ണൂരിലുള്ള പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, ആ മക്കളെ കഞ്ചാവിലും ലഹരിയിലും അടിമപ്പെട്ടതാകുന്ന ജീവിതം നയിച്ച് ആഘോഷ പൊലിമകളായി ജീവിതം നയിച്ചതായ മക്കളല്ലയോ? ലഹരി നുണഞ്ഞവരല്ലേ, വ്യഭിചാരം അറിഞ്ഞവരല്ലേ, രഹസ്യവും പരസ്യമായി അനാശാസ്യ പ്രവർത്തനങ്ങൾ നടത്തിയവരല്ലേ, ഹറാമായ തലത്തിലേക്ക് കണ്ണുകളെ കൊണ്ടുപോയതാകുന്ന മക്കളല്ലേ, കൈകൾ കൊണ്ട് ഹറാമായ പെണ്ണിലേക്ക് പിടിച്ചതാകുന്ന ചെറുപ്പക്കാരനല്ലേ, കാലുകൾ കൊണ്ട് ഹറാമായ തലത്തിലേക്ക് നടന്നവനല്ലേ. അവരിതാ ആഖിറത്തിൽ വിലപിക്കുകയാണ്. പടച്ച റബ്ബിന്റെ ദർബാറിൽ എത്തുമ്പോൾ അവൻ വിഷമിക്കുകയാണ്. അവൻ വിളിച്ചു പറയുകയാണ്, വഖാലൂ ലൗ കുന്നാ നസ്മഉ ഔ നഅഖിലു മാ കുന്നാ ഫീ അസ്ഹാബി സഈർ. ആഖിറത്തിൽ വെച്ചുകൊണ്ട് അവൻ വിളിച്ചു പറയുകയാണ്, ലൗ കുന്നാ നസ്മഉ ഔ നഅഖിൽ, ഞങ്ങൾ മനസ്സിലാക്കിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു അല്ലാ. ഞങ്ങൾ അറിഞ്ഞില്ല ഇത്രയേറെ വിപത്ത് നരകത്തിലുണ്ടാകും. പഠിക്കാത്തവർക്ക്, വിദ്യാഭ്യാസം നുകരാത്തവർക്ക്, ആലിമാകാത്തവർക്ക്, മുത്തഅല്ലിമാകാത്തവർക്ക്, ആത്മീയമാകുന്ന വിജ്ഞാനത്തിന്റെ ശാഖോപശാഖകളിലേക്ക് മുങ്ങിക്കുളിക്കാത്തവർക്ക് ഇത്രയേറെ അദാബുണ്ടാകുമായിരുന്ന് തിരിച്ചറിഞ്ഞില്ല അല്ലാ. ഞങ്ങൾ നരകത്തിൽ അകപ്പെടുമായിരുന്നില്ലല്ലോ. ഞങ്ങൾ ഈ നരകത്തിന്റെ കുണ്ടാരത്തിലേക്ക് എടുത്തെറിയപ്പെട്ടവരായി പോയല്ലോ. ഫഅതറഫൂ بذنبهم فسحقا لأصحاب السعير. പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ മുൽക്കിലൂടെ അല്ലാഹു മാലോകരെ പഠിപ്പിക്കുകയാണ്. ആ നരകത്തിൽ വെച്ചുകൊണ്ട് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ പഠിക്കാത്തതായ, പരിശുദ്ധമായ മദ്രസ വിദ്യാഭ്യാസത്തെ തൃണവൽഗണിച്ചതായ, ആത്മീയമാകുന്ന അറിവുകളെ തള്ളിക്കളഞ്ഞതായ ചെറുപ്പക്കാരില്ലേ, സഹോദരങ്ങളില്ലേ, അവർ നരകത്തിൽ വിലപിച്ചുകൊണ്ട് അതിന്റെ ശിക്ഷകൾ ഏറ്റുവാങ്ങിക്കൊണ്ട്
അവർ വിളിച്ചു പറയും, അല്ലാ ഞങ്ങളിതാ അംഗീകരിച്ചു, അല്ലാ ഞങ്ങൾ ചെയ്തത് പാപമാണ്, അല്ലാ ഞങ്ങൾ ചെയ്തത് ദോഷമാണ്, അല്ലാ. ആ സമയത്ത് അവർ വിളിച്ചു പറയുകയും അവർ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നത് ലോകത്ത് ഒരേ ഒരു വ്യക്തിയെ മാത്രമാണ്. അത് പ്രിയപ്പെട്ട പിതാവിനെയാണ്, അത് പ്രിയപ്പെട്ട മാതാവിനെയാണ്. ആഖിറത്തിൽ നരകത്തിൽ വെച്ചുകൊണ്ട് അവർ വിളിച്ചു പറയുകയാണ്, 3000 വർഷം നിരന്തരമായി കത്തിക്കപ്പെട്ടതായ നരകം, അതിന്റെ താഴെ മുഴുവനും ഈയമാണ്, നരകത്തിന്റെ മുകൾ ഭാഗം മുഴുവനും ചമ്പാണ്, നരകത്തിന്റെ ചുറ്റുഭാഗം മുഴുവനും ഗന്ധകമാണ്, ഗന്ധകമാണ്. ആ നരകത്തിൽ വെച്ചുകൊണ്ട് വിളിച്ചു പറയുകയാണ്, പടച്ചറബേ ഞങ്ങളുടെ മാതാപിതാക്കളെ കൊണ്ടുവരുക, ഞങ്ങളുടെ മാതാപിതാക്കളെ ഞങ്ങളുടെ കാൽ ചുവട്ടിലേക്ക് വെച്ചതാ അല്ലാ, 9 മാസം ഗർഭം ചുമന്ന പ്രിയപ്പെട്ട മാതാവിനെ നിലത്ത് കടത്തിയിട്ട് നരകത്തിന്റെ അടിത്തട്ടിലേക്ക് ഇട്ടിട്ട് ആ ചൂട് മുഴുവൻ അവർക്ക് പ്രകരമേൽപ്പിച്ചിട്ട് അവരുടെ മുകളിൽ ഞാനൊന്ന് നൃത്തം ചവിട്ടിട്ട് അല്ലാ അവരുടെ മുതുകത്ത് ചവിട്ടിയിട്ട് ഞാനൊന്ന് ആശ്വാസം കൊള്ളട്ടെ അല്ലാ. നരകത്തിന്റെ മുഖത്ത് വെച്ചുകൊണ്ട് മക്കൾ നാളെ വിളിച്ചു പറയുമേ എന്ന് വിശുദ്ധമായ ഖുർആൻ. മാമ്പയിലുള്ള പ്രിയപ്പെട്ട മുസ്ലിമേ മുസ്ലിമത്തെ, കള്ളിലും കഞ്ചാവിലും ലഹരിയിലുമായി പുതിയ തലമുറ വഴിമാറിക്കൊണ്ടിരിക്കുകയാണ്. മക്കൾക്ക് മദ്രസ വിദ്യാഭ്യാസം അന്യവൽക്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. അവരെ തിരിച്ചു കൊണ്ടുവരൽ നിർബന്ധമാണ്, നിർബന്ധമാണ്. ചെയ്തു പോയ തെറ്റുകുറ്റങ്ങൾ പടച്ചറബിലേക്ക് ഏറ്റുപറഞ്ഞ് മക്കളെ ശ്രദ്ധിക്കൽ അനിവാര്യമാണ്. വഅനീബൂ ഇലാ റബ്ബിക്കും വഅസ്ലിമൂ ലഹു മിൻ ഖബലി അൻ യഅതിയകുമുൽ അദാബ് സുമ്മ ലാ തുൻസറൂൻ. ആഖിറത്തെ ഓർത്തുകൊണ്ട് പടച്ചറബിന്റെ ദർബാറിലുള്ള ശിക്ഷയെ ഭയന്നുകൊണ്ട് അദാബ് വരുന്നതിന് മുമ്പായി ആഖിറത്തിന് വേണ്ടി നിങ്ങൾ ദുനിയാവിൽ തന്നെ തൗബ ചെയ്ത് മടങ്ങണേ എന്ന് വിശുദ്ധമായ ഖുർആൻ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മൗലാന മുഹമ്മദ് അലി ജൗഹർ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഏറ്റവും വലിയ സമുന്നത വ്യക്തിത്വമാണ്. ചരിത്രത്തിൻ്റെതാകുന്ന താളുകളിൽ ഇന്ന് അടർത്തി മാറ്റിക്കൊണ്ടിരിക്കുന്നതാകുന്ന മനോഹര വ്യക്തിത്വം മൗലാന മുഹമ്മദ് അലി ജൗഹർ. പഠിക്കണം. അദ്ദേഹത്തിന് 5 വയസ്സുള്ള സമയത്താണ് അദ്ദേഹത്തിന്റെ പിതാവ് മുഹമ്മദ് അലി ഖാൻ മരണപ്പെട്ടു പോകുന്നത്. സഹോദരങ്ങൾ 3 പേരാണ്. ആ 3 പേർക്കും ഉമ്മയാകുന്ന ബീഗം ആബിദ വിജ്ഞാനം കൊടുത്തു, ഭൗതികവും നൽകി, ആത്മീയവും നൽകി. മൗലാന മുഹമ്മദ് അലി ജൗഹറിനെ പരിശുദ്ധമായ ഖുർആൻ മനഃപ്പാഠമാക്കി, ഹാഫിളാക്കി. മനസ്സിലാക്കണം, ഈ സമുദായം ഹാഫിളാക്കി. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുത്ത മഹനീയ വ്യക്തിത്വത്തെ ഹാഫിളാക്കി. അദ്ദേഹത്തിന് അലിഗഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വിദ്യാഭ്യാസം കൊടുത്തു. പഠിച്ചിറങ്ങിയതാകുന്ന അദ്ദേഹത്തെ ഓക്സ്ഫോർഡ് കലാലയത്തിലേക്ക്, ലണ്ടൻ നഗരത്തിലേക്ക് പ്രിയപ്പെട്ട ഉമ്മയാകുന്ന ബീഗം ആബിദ വിദ്യാഭ്യാസം നുകരാൻ വേണ്ടി പറഞ്ഞു വിടുമ്പോ യാത്രയുടെ 2 റക്അത്ത് നിസ്കരിച്ചിട്ട് പുറത്തിറങ്ങി ചെരിപ്പിട്ട് നിന്നതാകുന്ന മൗലാന മുഹമ്മദ് അലി ജൗഹറിന്റെ തോളത്തേക്ക് കൈവച്ചിട്ട് പ്രിയപ്പെട്ട ഉമ്മയാകുന്ന ബീഗം ആബിദ പറയാൻ, 5 വയസ്സുള്ള സമയത്താണ് മോനെ നിനക്ക് നിന്റെ വാപ്പയെ നഷ്ടപ്പെടുന്നത്. അന്ന് മുതൽ നിനക്ക് വിദ്യാഭ്യാസം നൽകി, ഭൗതികവും ആത്മീയവും സമന്വയിപ്പിച്ചുകൊണ്ട് വിജ്ഞാനം നുകർന്നു നൽകിയത് ഈ പ്രിയപ്പെട്ട മാതാവാണ്. ഉമ്മയുടെ കടമ മറക്കരുത്. മാമ്പയിലുള്ള കൗവൽ ജമാഅത്തിലുള്ള പ്രിയപ്പെട്ട സഹോദരിമാർ മറക്കരുത്. ഭർത്താവ് ഗൾഫിലാണ്, അതുകൊണ്ട് എനിക്ക് ബാധ്യതയില്ല എന്ന് പറയരുത്. അൽ മർഅതു റായിയത്തുൻ ഫീ ബൈതി സൗജിഹാ. ഭർത്താവിന്റെ അവശ്യഘട്ടങ്ങളിൽ, ഭർത്താവില്ലാത്ത സമയത്ത് വീടിന്റേതാകുന്ന സർവ്വ അധികാരവും പെങ്ങളെ നിന്റെ കൈകളിലാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉത്തരവാദിത്തമുണ്ട് നിനക്ക്. ബീഗം ആബിദയെ പോലെയാകണം. തന്റെ മകനെ ഹാഫിളാക്കി, ആലിമാക്കി, വിദ്യാഭ്യാസം കൊടുത്തു. തലയിൽ തൊപ്പിയുണ്ട്, താടി രോമങ്ങളിൽ നിലകൊള്ളുന്നതാകുന്ന മൗലാന മുഹമ്മദ് അലി ജൗഹറിനോട് ബീഗം ആബിദ പറഞ്ഞത് 3 കാര്യങ്ങൾ നീ മുറുകെ പിടിക്കണം. 3 കാര്യങ്ങൾ മുറുകെ പിടിക്കണം. ഓക്സ്ഫോർഡിന്റെ മുറ്റത്ത് വെച്ച് നീ അത് മറക്കരുത്. ലണ്ടൻ നഗരത്തിന്റെ വീതിയിൽ വെച്ചുകൊണ്ട് ഞാൻ ഈ പറയുന്ന 3 കാര്യങ്ങളെ നീ വിസ്മരിച്ചു പോകരുത്. ഒന്നാമതായി പറഞ്ഞത്, നിന്റെ ജീവിതത്തിൽ തീർച്ചയായിട്ടും തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം ഉണ്ടാവണം.
തഖ്വയിലധിഷ്ഠിതമായ ജീവിതമായിരിക്കണം. ഖുർആൻ നിനക്ക് മനഃപ്പാഠമുണ്ട്, ആ ഖുർആനിനെ നീ ഒരിക്കലും മറക്കാൻ പാടില്ല. അതനുസരിച്ചിട്ടുള്ള പ്രവർത്തനമാകരുത്. എല്ലാ ദിവസവും ഖുർആൻ ഓതണം. ഉമ്മ കൊടുക്കുന്ന ഉപദേശമാണ് ഒരു മകന് ഭൗതികം പഠിക്കാൻ പോവാൻ. വീടിന്റെ വാതിൽക്കൽ നിർത്തിയിട്ട് പറഞ്ഞു കൊടുക്കാണ്, ഖുർആൻ മനഃപ്പാടാക്കിയ മാനാണ് നീ, വിട്ടുപോകരുത്. ഖുർആൻ പഠിച്ചതാകുന്ന ഒരു കുട്ടി നരകത്തിൽ നിന്ന് 10 പേരെ ശുപാർശയ്ക്ക് സാധ്യമാകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് നരകം നിർബന്ധമാക്കപ്പെടുന്ന 10 പേരെ സ്വർഗത്തിൽ കയറ്റാൻ അവസരം അല്ലാഹു നിനക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ മോനെ നീ ഖുർആൻ മനഃപ്പാടമാക്കിയത് കളയരുത്. എപ്പോഴും ഖുർആൻ ഓതണം. 2 പ്രവാചകന്റെ തിരുസുന്നത്തുകൾ മുറുകെ പിടിക്കണം. നബിതങ്ങളുടെ എല്ലാ സുന്നത്തുകളും നീ ജീവിതത്തിൽ എടുക്കുന്നവരാ. നിന്റെ തലയിലുള്ള തൊപ്പി നീ നഷ്ടപ്പെടുത്തരുത്. നിന്റെ ഈ താടിരോമം ഒരിക്കലും നീ വടിച്ചു കളയരുത്. പ്രവാചകന്റെ തിരുസുന്നത്താണെന്ന് മനസ്സിലാക്കിയിട്ട് നിന്റെ ജീവിതത്തിൽ അത് നിലനിർത്തണം. മൂന്നാമതായി പ്രവാചകന്റെ തിരുസുന്നത്തിൽ നിന്ന് നിനക്കും നിന്റെ പിതാവിനും എനിക്കും ഏറ്റവും ഇഷ്ടപ്പെട്ടതാകുന്ന ഒരു അമൽ, ഇന്ന് വരെ നമ്മൾ മുടക്കാത്ത ഒരു അമൽ, പാതിരാത്രി സമയത്ത് ലോകം മുഴുവനും ഉറങ്ങുമ്പോൾ നിർനിദ്രരായി 2 റക്അത്ത് തഹജ്ജുദ് നമസ്കാരം നമ്മൾ പതിവാക്കിയിരുന്നു. അത് നീ മുടക്കാൻ പാടില്ല. ഓക്സ്ഫോർഡ് കലാലയത്തിൽ പോയാലും നീ തഹജ്ജുദ് നിസ്കാരം മുടക്കരുത്. 3 ഉപദേശം: ഖുർആൻ ഓതണം, ഖുർആൻ മറക്കരുത്. പ്രവാചകന്റെ തിരുസുന്നത്തുകൾ മുഴുവനും നീ എടുത്തു ജീവിക്കണം. നിന്റെ തലയിലുള്ള തൊപ്പിയും നിന്റെ താടിരോമവും നീക്കം ചെയ്യരുത്. മൂന്നാമതായി നീ തഹജ്ജുദ് നിസ്കരിക്കുന്നവരാണ്. ഓക്സ്ഫോർഡ് കലാലയത്തിലേക്ക് വിദ്യ നുകർന്നു. അവിടെ നിന്ന് പഠിച്ചിറങ്ങുന്നത് വരെ അദ്ദേഹത്തിന്റെ കൂട്ടുകാരൻ ഖമറുദ്ദീൻ എന്നവർ രേഖപ്പെടുത്തുന്നു, ഞങ്ങൾ പലപ്പോഴും തണുത്ത് വിറച്ചതാകുന്ന ലണ്ടൻ നഗരത്തിന്റെ വീതിയിൽ ഞങ്ങൾ പുതച്ചു ഉറങ്ങുമ്പോൾ, കമ്പിളി പുതപ്പിട്ട് പുതച്ചുറങ്ങുമ്പോൾ രാത്രി 2 മണിക്ക് പലപ്പോഴും ഞങ്ങൾ ഞെട്ടി ഉണരാറുള്ളത് മൗലാന മുഹമ്മദ് അലി ജൗഹർ ആ തണുത്തതാകുന്ന വെള്ളം കൊണ്ട് wudu എടുത്തുകൊണ്ട് നിസ്കരിച്ച് കിബില നിർണയിച്ചുകൊണ്ട് തഹജ്ജുദ് നമസ്കരിച്ചുകൊണ്ട് നിസ്കാരത്തിൽ ഖുർആൻ ഓതിയിട്ട് അതിന്റെ അർത്ഥതലങ്ങൾ ചിന്തിച്ചിട്ട് പൊട്ടിക്കരയുന്നത് കേൾക്കുമ്പോഴാണ് ഞങ്ങൾ പലപ്പോഴും രാത്രിയിൽ നിന്ന് ഉറക്കമഴിക്കാറുള്ളത് എന്ന് പറയുക.